ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇത് വിഷുവിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ വാഴനിലൊക്കെ ആയിട്ട് എങ്ങോട്ടാ വെച്ചാൽ ഞങ്ങൾ അമ്മായിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന് വിഷു ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് കസിൻസൊക്കെ അന്നാണ് വന്നത്. അപ്പോൾ രാവിലെ ഒരാൾ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാണ് എത്തിയപ്പോൾ. അപ്പോൾ അവളവിടെ നന്നായിട്ട് കറിയായിട്ട് എന്താ പറയുക, ഉള്ളി അരിയലാണ്. അപ്പോൾ അവളെ വകയാണ് ഇത്ര ചിക്കൻ കറി. കഴിക്കാവോ എന്തോ, നോക്കാം. ചുമ്മാ പറഞ്ഞാട്ടോ, അവൾ നല്ല അടിപൊളി കുക്കാണേ. കിടക്കട്ടേന്നേ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ കുട്ടികളെ പോയിക്ക് അവിടെ അവരൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവള് ഉള്ളി അരിയുന്നത് അവക്കാണോ ഞങ്ങൾക്കാണോ എന്നറിയില്ല. പിന്നെ അമ്മായിനോട് എന്തെങ്കിലും പണിയുണ്ടോന്ന് ചോദിച്ചപ്പോൾ അമ്മായി ഉണ്ടെന്ന് വന്ന് പായസം ഇളക്കുകയായിരുന്നു. ചോദിക്കേണ്ട താമസം കിട്ടി, എന്തിൻ്റെ ഇടയിൽ നിന്ന് എന്തോ. അങ്ങനെ കുറച്ച് നേരം പായസമൊക്കെ ഇളക്കി. അതിൻ്റെ ഇടയിൽ പായസം ചെറുതായിട്ടൊന്ന് പാളിപ്പോവേണ്ടി വന്നതായിരുന്നു. പിന്നെ 2 പാക്കറ്റ് എക്സ്ട്രാ പാലൊക്കെ കൊണ്ടുവന്ന് അത് ശരിയാക്കിയിട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ തവള ചിക്കൻ കറി ഇവിടെ തകൃതിയായിരുന്നു വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഇളക്കി. പിന്നെ പായസമൊക്കെ ആയപ്പോൾ ഞാനിങ്ങോട്ട് പോകും കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളോട് കുറച്ച് നേരം കുശലൊക്കെ പറഞ്ഞ് പിന്നെ അവളും എൻ്റെ പുത്രനും കൂടെ ഭയങ്കര അടി. എന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ. അവരെ ബിരിയാണി ഇതാകത്തുനിന്ന് ഇങ്ങോട്ട് ഉമ്മറക്കി മാറ്റി, അവിടെ വെളിച്ചമില്ലാത്ത. അപ്പോഴേക്ക് ഇതാ ചിക്കൻ കറിയൊക്കെ ആയി, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ആദ്യം കൊടുത്തു കേട്ടോ. എല്ലാവരും കൂടെ ഒപ്പം കഴിക്കുന്ന വിചാരിച്ചു കുട്ടികൾക്ക് ആദ്യം കൊടുത്തു. പിന്നെ അവർ വരുന്നേ ഉള്ളൂ, 1:30 ആയിന്ന് അവർ എത്തിയപ്പോൾ. പിന്നെ സ്റ്റോറി സാമ്പാർ എന്നും എന്തായാലും കുശാലായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ പായസം കണ്ടോ റെഡി, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ വന്ന പാടെ തന്നെ അവർ ഫുഡ് കഴിക്കാൻ കേട്ടോ. കാരണം എല്ലാവരും വിശന്നിട്ടാണ്, കാരണം നല്ല അത്രയും ലോങ് നിന്നാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം വർത്തനൊക്കെ പറഞ്ഞിരുന്ന് ഒരു 3:30 ആയപ്പോഴേക്കും പിന്നെ തിരിച്ചു പോരാന്ന് ഒരുങ്ങിയിട്ടാണ്. കാരണം അനിയത്തി വീട്ടിലെത്തുമ്പോഴേക്ക് വരണം, അവളെ എക്സാമിന് പോയതാണ്. അങ്ങനെ വരുന്ന വഴിയത് അവർക്ക് ശക്തികാറ്റ് വിഷുവിൻ്റെ മുന്നേ പറയൽ തുടങ്ങിയതാണ് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയാൽ വാങ്ങുന്നത്. പിന്നെ അത് വാങ്ങാതെ ഒരു കാര്യം തന്നില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി പോകുന്നു. അത്രേ ഇന്നത്തെ വീഡിയോ. ബൈ.